പ്രവാസി സുഹൃത്തുക്കളെ, നമസ്കാരം. 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന പ്രവാസി പെൻഷൻ എത്രയും പെട്ടെന്ന് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം 21-ാം തീയതി കേരള പ്രവാസി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്തുള്ള നോർക്ക സെന്ററിലും പ്രവാസി വെൽഫെയർ ബോർഡിന്റെ റീജിയണൽ ഓഫീസുകളായ എറണാകുളത്തും കോഴിക്കോട്ടും ആയിരക്കണക്കിന് പ്രവാസികളെ അണിനിരത്തിക്കൊണ്ട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഒന്നാം ഘട്ട സമരമെന്ന നിലയിൽ ബഡ്ജറ്റിൽ പ്രവാസികളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ബഡ്ജറ്റിന്റെ കോപ്പി കത്തിച്ചുകൊണ്ട് ആരംഭിച്ച സമരം കഴിഞ്ഞ മാസം 23-ാം തീയതി നിയമസഭയിലേക്ക് ആയിരക്കണക്കിന് പ്രവാസികളെ അണിനിരത്തി സമരം സംഘടിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് പോലും സർക്കാരിന്റെ കണ്ണ് തുറക്കുന്നില്ല. ഈ പ്രവാസി അവഗണന അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. വെൽഫെയർ ബോർഡിൽ, ക്ഷേമനിധി ബോർഡിൽ അധികാര തർക്കമാണ്. മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ടുള്ള അധികാര തർക്കമാണ്. എത്രയും പെട്ടെന്ന് ബോർഡ് ചുമതലയേറ്റില്ലെങ്കിൽ പ്രവാസികൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതെയാവും. ഇപ്പോൾ തന്നെ 450 കോടിയോളം രൂപ നിക്ഷേപിച്ച പ്രവാസി ഡിവിഡന്റ് പദ്ധതിക്ക് പ്രവാസികളുടെ ഡിവിഡന്റ് മുടങ്ങിക്കിടക്കുകയാണ്. ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഒരു ബോർഡ് അടിയന്തരമായിട്ട് വരണം. ഇപ്പോൾ ഈ സമരരംഗത്തുള്ള പ്രവാസികളെ പറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രവാസികളെ പറ്റിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? വെൽഫെയർ ബോർഡിൽ 3 മാസമായി അംശാദായമായി വന്നിട്ടുള്ള തുക എടുത്തുകൊണ്ട് 1 മാസം പെൻഷൻ കൊടുത്തിട്ട് ഞങ്ങൾ ഇതാ പെൻഷൻ കൊടുത്തു എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതിലൊന്നും പ്രവാസികൾ വീഴില്ല. യഥാർത്ഥത്തിൽ വെൽഫെയർ ബോർഡിന്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ സർക്കാർ അടിയന്തരമായി ഫണ്ട് അനുവദിക്കണം. കഴിഞ്ഞ സർക്കാരുകൾ ചെയ്തതുപോലെ വെൽഫെയർ ബോർഡിൽ മുടങ്ങാതെ പെൻഷൻ കിട്ടാൻ വേണ്ടി അടിയന്തരമായി VD സതീശൻ ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കണമെന്ന് ആണ് കേരള പ്രവാസികം ആവശ്യപ്പെടുന്നത്. ഈ 21-ാം തീയതി നടക്കുന്ന പ്രതിഷേധ സമരത്തിൽ ഈ നാട്ടിലെ ഈ മുഴുവൻ പ്രവാസികളെയും പ്രവാസി കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്.